ഇലക്ട്രിക്കൽ എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ. ആ ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഹീറ്റ് എനർജിയെ പറ്റി പഠിച്ചു. അപ്പോൾ ഹീറ്റ് എനർജി അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ പക്കൽ 3 ഇക്വേഷനാണ് ഉള്ളത് അല്ലേ? എന്തൊക്കെയായിരുന്നു? ഒന്ന്, H ഈസ് ഈക്വൽ ടു എന്താണ്? I സ്ക്വയർ ആർ ടി, ഇതൊരു ഇക്വേഷൻ. അതുപോലെ H കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ എന്താണ്? V സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. മൂന്നാമത്തെ ഇക്വേഷനോ H ഈസ് ഈക്വൽ ടു എന്താണ്? V I T. ഈ 3 ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇവിടെ I എന്ന് പറയുന്ന കറണ്ട് ആംപിയറിലായിരിക്കണം, R എന്ന റെസിസ്റ്റൻസ് ഓമിലായിരിക്കണം, T എന്ന ടൈം എന്തായിരിക്കണം? സെക്കൻഡിലും ആയിരിക്കണം. എങ്കിൽ നമുക്ക് ഹീറ്റ് എന്തിൽ കിട്ടും? ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിൽ കിട്ടും. ഓക്കെ അല്ലേ? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണെന്ന് പറയുന്ന കാര്യം ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്, റെസിസ്റ്റൻസിന് പ്രപ്പോർഷണലാണ്, ടൈമിനും പ്രപ്പോർഷണൽ ആണ്. ഇത് 3 കൂടിയാലും ഹീറ്റ് കൂടുമെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് റെസിസ്റ്റൻസ്, എന്താ അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വിശദമായി ഞാൻ ഒന്നാമത്തെ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നന്നായി ഓർത്ത് വെച്ചു. നമുക്ക് ഇന്ന് അതിൻ്റെ ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാം. കാരണം ഇവിടുന്ന് പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്ത് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം പറയുന്നത് എന്താണ്? ഇഫ് 7500 ജൂൾ 7500 ജൂള് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു 30 സെക്കൻഡ് സമയം കൊണ്ട്. ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 250 ഓം ആണെങ്കിൽ അവിടെയുള്ള കറണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹീറ്റ് എത്രയാണ് ഉൽപ്പാദിപ്പിച്ചത് എന്ന് തന്നിട്ടുണ്ട്. 7500 ജൂള്. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. സമയം തന്നിട്ടുണ്ട്. ടി എത്രയാണ്? 30 സെക്കൻഡ്. റെസിസ്റ്റൻസ് 6 തന്നിട്ടുണ്ട്. എത്രയാണ്? 250 ഓം. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കറണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇക്വേഷൻസ് എന്താ ഉള്ളത്? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി, VIT ഒക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ ഇവിടെ വോൾട്ടേജ് ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ പറയുന്നത്? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. കണ്ടുപിടിക്കാനുള്ള എന്താണ്? I ആണ്. അപ്പോൾ I ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടും? H ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്നത് ഐയുടെ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ മാറ്റാൻ നമുക്കറിയാം റൂട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ പറയുന്ന H ബൈ ആർ ടിയുടെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? I ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷനെ നമ്മൾ സാധാരണ എഴുതുന്ന രീതിയിൽ ഇടതുവശത്താക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് H ബൈ എന്താണ്? ആർ ഇൻറ്റു ടി എന്ന് കിട്ടും. സോ അതിൽ നിന്നും I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് H എത്ര? 7500. എന്താണ്? ആർ ഇൻറ്റു ടി. ആർ എത്രയാണ്? 250. ടി എത്ര? 300. അപ്പോൾ 250 ഇൻറ്റു 300. 25 ഇൻറ്റു 3 75. 2 0 ഇടുമ്പോൾ അവിടെ എത്ര കിട്ടും? 7500 എന്ന് കിട്ടും. അവിടെ നിന്നും I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7500 ബൈ 7500 റൂട്ട് 1. ഓക്കെ, എന്ത് കിട്ടും? റൂട്ട് 1 എന്ന് കിട്ടും. ഓക്കെ, എത്ര കിട്ടും? റൂട്ട് 1 എന്ന് കിട്ടും അല്ലേ? മുകളിലും താഴെയും സെയിം സംഖ്യയാണ്. അപ്പോൾ 1ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, റൂട്ട് ഓഫ് 1 അല്ലേ കിട്ടുള്ളൂ. ആലോചിച്ച് നോക്കി. H ഇവിടെ എത്രയാണ്? 7500. ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250. ടി എത്രയാണ്? 30. 25 3 തവണയാകുമ്പോൾ 75. 75 2 0 7500. അപ്പോൾ I എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ I സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. I എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? റൂട്ട് ഓഫ് 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ എന്നോ റൂട്ട് 1 ആംപിയർ എന്നോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഹീറ്റാണ് അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്. If 2 ampere current flows for 10 minutes through a heating coil of an electric kettle having 100 ohm resistance. സിമ്പിൾ, നേരത്തെ പോലെ തന്നെയാണ്. എന്താണ് തന്നിട്ടുള്ളതെടുത്ത് എഴുതുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. എത്രയാണ്? 2 ആംപിയർ. ഫ്ലോസ് ത്രൂ ഫോർ 10 മിനിറ്റ്സ്. ടൈം തന്നിട്ടുണ്ട് 10 മിനിറ്റ് എന്ന് വെച്ചാൽ 10 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ്. ഹാവിങ് 100 ഓം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 100 ഓം. യൂണിറ്റ് മാറ്റേണ്ട ആവശ്യം ഇല്ല. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഹീറ്റാണ്. അപ്പോൾ H ഈസ് ഈക്വൽ ടു ഏത് തന്നെയാണ്?
ഐ സ്ക്വയർ ആർ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 100 ഇൻറ്റു 600. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 100 ഇൻറ്റു 600. 6 ഇൻറ്റു 4 10 അല്ലേ? ഇവിടെ നോക്കി എത്ര കിട്ടും? 600 അല്ലേ? 1 6 6 2 6 12 3 6 24 24 1 2 3 4 1 2 3 4 അത്രയും ജൂൾ. അത്രയാണ് നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്നത്. സോ ഈസി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടും. അപ്പോൾ 2 ചോദ്യങ്ങളായി. അടുത്ത ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് ചോദ്യം തന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഏതോ ഒരു കുട്ടി അയച്ചു തന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഇത് ചെയ്യുക മാത്രമല്ല, നമ്മൾ അതിനകത്ത് വാല്യൂവിലുണ്ടാകുന്ന മാറ്റവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. നോക്കി, എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 230 വോൾട്ട് 230 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളൊരു സർക്യൂട്ടിൽ കൊടുക്കുന്നു 5 മിനിറ്റ് സമയത്തേക്ക്. ഇഫ് ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് ആസ് ഗിവൺ ബിലോ, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ താഴെ തന്നേക്കുന്ന പോലെ 115 ഓമും മറ്റൊരു സർക്യൂട്ട് സെയിം അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 230 ഓമും ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ കറണ്ട് ആൻഡ് ഹീറ്റ് ഇൻ ഈച്ച് കേസ്. അപ്പോൾ അർത്ഥം മനസ്സിലായോ? ഒരു സർക്യൂട്ടുണ്ട്. ആ സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്, മാറ്റമൊന്നുമില്ല. എത്ര സമയത്തേക്ക് അത് കൊടുക്കുന്നത്? സമയം എന്ന് പറയുന്നത് എത്രയാണ്? 5 മിനിറ്റ് സമയത്തേക്കാണ് കൊടുക്കുന്നത്. ആദ്യത്തെ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇവിടുന്ന് ഒരു സർക്യൂട്ട് കൊടുത്ത് ഇവിടെ റെസിസ്റ്റർ വച്ചു എന്ന് കരുതുക. ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 115 ഓം. ഓക്കെ, പ്രതിരോധം എന്ന് മലയാളത്തിൽ പറയും റെസിസ്റ്റൻസിനെ. അതേപോലെ മറ്റൊരു സർക്യൂട്ട് നമ്മൾ ഇപ്പുറത്ത് എടുത്തു എന്ന് വിചാരിക്കുക. അതിൻ്റെയും വോൾട്ടേജ് എത്ര തന്നെയാണ്? ഇത് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ കൊടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 230 ഓം ആണെങ്കിൽ ഈ രണ്ടിടത്തും ഇതുവഴി ഒഴുകുന്ന കറണ്ട് എത്രയെന്നും ഈ റെസിസ്റ്ററിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് എത്രയെന്നും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ മതി? ആദ്യം R1 എന്ന് പറയുന്നത് 115 ചെയ്യുക, R2 എന്ന് പറഞ്ഞാൽ 230 ചെയ്യുക. അത് ഓക്കെ. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. നോക്കടാ, നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് ചെയ്യാം, എന്നിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ പറഞ്ഞ കാര്യം. അപ്പോൾ 2 കേസിലായാലും വോൾട്ടേജിന് മാറ്റമൊന്നുമില്ല, എത്ര തന്നെയാണ്? 230 തന്നെയാണ്. സമയത്തിന് മാറ്റമൊന്നുമില്ല, 5 × 60 300 സെക്കൻഡ് തന്നെയാണ്. ആദ്യത്തെ കേസ് R1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 115 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഓംസ് ലോ അറിയാം. എന്താണ്? V = I × R. നിങ്ങളത് മറന്നുപോയെങ്കിൽ നോട്ടിൽ എഴുതി വയ്ക്കുക. ഇതാണ് എന്ത്? നമ്മുടെ ഓംസ് ലോ എന്ന് പറയുന്നത് അല്ലേ? ഓംസ് ലോയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വോൾട്ടേജ് എന്ന് പറയുന്നതിനനുസരിച്ച് കറണ്ട് കൂടും. പക്ഷേ എത്രത്തോളം കൂടും എന്നുള്ളത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ആണ് തീരുമാനിക്കുന്നത്. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആണ്. ഇരുമ്പിനുള്ള പ്രതിരോധമല്ല കോപ്പറിനുള്ളത്, അതല്ല സിൽവറിനുള്ളത്, അതല്ല ഗോൾഡിനുള്ളത്. അപ്പോൾ വോൾട്ടേജ് കൂട്ടിയാൽ, വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് ചാർജിനെ കൊണ്ടുപോകാൻ നമ്മൾ കൊടുക്കുന്ന വർക്ക്. അങ്ങനെ എത്ര ചാർജ് ഒരു സെക്കൻഡിൽ പോകുന്നു എന്നുള്ളതാണ് കറണ്ട് അല്ലേ? അപ്പോൾ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ V ആണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് ചാർജിനെ കൊണ്ടുപോകാൻ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ബാറ്ററി കൊടുക്കുന്ന വർക്കാണ് അവിടുത്തെ വോൾട്ടേജ്. കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ വോൾട്ടേജ്, അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര കറണ്ട് പോയി അല്ലെങ്കിൽ എത്ര ചാർജ് പോയി എന്നുള്ളതാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്കിപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോകണം. നമ്മൾ ഒരു 5 പേര് പോകുന്ന, ഇപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ്, മറന്നുപോയവർക്ക് വേണ്ടി ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി ഉപയോഗിക്കാം? നിങ്ങൾക്ക് സൈക്കിൾ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ബൈക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് കാർ ഉപയോഗിക്കാം. ഈ ബൈക്കും സൈക്കിളും കാറിൻ്റെയും പവർ വ്യത്യാസമാണല്ലോ, അതാണ് വോൾട്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ സൈക്കിളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ബൈക്കിലെത്താൻ പറ്റും, അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കാറിലെത്താൻ പറ്റും. പക്ഷേ എത്തുന്ന വേഗത തീരുമാനിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്, റോഡിലെ തടസ്സം അല്ലേ? ആ റോഡിലെ തടസ്സമാണ് നമ്മുടെ വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എത്ര ആൾക്കാർ പോകുന്നു എന്നുള്ളതാണ് എന്താ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇപ്പോൾ സൈക്കിളിൽ നമുക്ക് ഒരാൾക്ക് പോകാനേ പറ്റത്തുള്ളൂ, ബൈക്കിലാണെങ്കിൽ 2 പേർക്ക് പോകാൻ പറ്റും, കാറിലാണെങ്കിൽ 4 പേർക്ക് പോകാൻ പറ്റും. ആ പോകുന്നതിൻ്റെ എണ്ണം കറണ്ടായിട്ട് അസ്യൂം ചെയ്തു. വോൾട്ടേജ് കുറവ് സൈക്കിളാണെങ്കിൽ പോകുന്ന കറണ്ടും കുറവായിരിക്കും. വോൾട്ടേജ് കുറച്ചുകൂടി കൂടുതൽ ബൈക്കിലാണെങ്കിൽ പോകുന്ന ആളുടെ എണ്ണവും കൂടുതലായിരിക്കും. കാറിലാകുമ്പം കുറച്ചുകൂടി കൂടുതൽ പോകാൻ പറ്റും. അങ്ങനെ ഓർത്ത് വെച്ചോ.
പക്ഷേ ആ റോഡിലെ കുണ്ടും കുഴിയാണ് അവിടുത്തെ തടസ്സം. അപ്പോൾ അത് തീരുമാനിക്കും കാര്യം. ഇതൊന്ന് മനസ്സിൽ വെച്ചോ. അറിയാത്ത കുട്ടിക്ക് വേണ്ടി പറഞ്ഞാണ്, അറിയാവുന്നവൻ വേണമെങ്കിൽ ഇത് കൺഫ്യൂഷൻ ഒന്നും ആക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? V = I/R ആണെങ്കിൽ, അല്ലെ, V = I/R ആണെങ്കിൽ ഇതിൽ നിന്നും I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? V/R ആയിരിക്കും. സോ നമ്മൾ എഴുതുന്നു V/R. സോ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 115, അല്ലേ, സോറി, വോൾട്ടേജ് എത്ര? 115. വോൾട്ടേജ് എത്ര? 230 ബൈ റെസിസ്റ്റൻസ് എത്ര? 115 ചെയ്യുമ്പോൾ നമുക്ക് 2 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടിലെ കറണ്ട് 2 ആംപിയർ. എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. H = എന്താണ്? 2 സ്ക്വയർ ഇൻറ്റു 115 ഇൻറ്റു എന്താണ്? ടൈം എത്ര? 300 ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു വാല്യൂ കിട്ടും. 13.830 ജൂൾ. 13.830 ജൂൾ കിട്ടും. ഇവിടെ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവാണ് ഈ ചെയ്യുന്നത്. ബാക്കി അതെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞുതരാനേ പറ്റുള്ളൂ. ഇനി ഇതേപോലെ നമ്മൾ തൊട്ടടുത്ത റെസിസ്റ്റൻസ് എടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസ് നമുക്ക് R2 എന്ന് വിളിക്കാം. അതെത്രയാണ്? 230 ഓം ആണ്. കറണ്ട് എന്ന് പറയുന്നപ്പോൾ ഇവിടെ എത്രയായിരിക്കും? വോൾട്ടേജിന് മാറ്റമില്ലല്ലോ, വോൾട്ടേജിന് മാറ്റമില്ല. 230 ബൈ എന്താണ്? R എത്രയാണ്? 230. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആംപിയർ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ കണ്ടേ? റെസിസ്റ്റൻസ്, ഇവിടെ ആ പറഞ്ഞ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോളേ. റെസിസ്റ്റൻസ് 115 ആയിരുന്നത് 230 എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കൂടി. കറണ്ട് അപ്പോൾ 2 ആംപിയർ ആയിട്ടുള്ളത് എത്രയായിട്ട് കുറഞ്ഞു? 1 ആംപിയർ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കിയേ. തടസ്സം കൂടുമ്പോൾ അതുവഴി ഒഴുകുന്ന കറണ്ട് കുറയും. ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്ന ആലോചിച്ച്, വെള്ളം പോകുമ്പോൾ അതിനകത്ത് അഴുക്കൊക്കെ അടിഞ്ഞിരുന്നിട്ട് തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അതുവഴി പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കുമേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, കറണ്ട് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിന് എന്ത് മാറ്റം വരും? ഹീറ്റിൻ്റെ ഇക്വേഷൻ I²RT തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 1 സ്ക്വയർ ഇൻറ്റു, അല്ലെ, 1 സ്ക്വയർ ഇൻറ്റു 230 ഇൻറ്റു T ആയിട്ടുള്ള 300 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ 69,330 കിട്ടുന്നത്. എന്നാൽ ആദ്യം എത്ര കിട്ടി? 1,38,000 കിട്ടി. അപ്പോൾ ഇവിടെ 69,000 ജൂളേ കിട്ടിയുള്ളൂ. നിങ്ങൾ ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഒന്ന് ആലോചിച്ച്. നിങ്ങളിവിടെ നിന്ന് നിങ്ങളൊരു സാധാരണ ലോജിക്കുള്ളൊരു കുട്ടി ചിന്തിച്ചപ്പോൾ എന്തൊക്കെ കണ്ടു? വോൾട്ടേജിന് മാറ്റം സംഭവിച്ചിട്ടില്ല. അതായത് നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് പോകുന്ന വണ്ടിക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഒരേ പവർ തന്നെയാണ് പോകുന്നത്. സമയത്തിന് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ ഹീറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? റെസിസ്റ്റൻസിൽ വന്ന മാറ്റമാണ്. അതായത് തടസ്സം കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. കറണ്ട് കുറവാണെങ്കിൽ ഹീറ്റും എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ആലോചിച്ച് നോക്കിയേ, കുറച്ച് ആൾക്കാരല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വർക്കല്ലേ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് ഹീറ്റല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നില്ലേ? അല്ലേ, നമ്മൾ പോകുമ്പോൾ തടസ്സത്തിനെ ഓവർകം ചെയ്യാനാണ് ഇവിടുത്തെ കറണ്ട് വർക്ക് ചെയ്യുന്നത്. ആ വർക്കാണ് എന്തായിട്ട് മാറുന്നത്? ഹീറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരല്ലേ പോകുന്നുള്ളൂ, കുറച്ച് കറണ്ടല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഹീറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിലോ തടസ്സം കുറവാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പോകാൻ പറ്റും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കും. ലോജിക്കലി ഇതാണ് പറയുന്നത്. ഇനി നമുക്കിത് മറ്റൊരു രീതിയിലും പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ. അതപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഈ ചോദ്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞു തന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളിത് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. 3 സർക്യൂട്ടുണ്ട്. 3ഇടത്തെയും വോൾട്ടേജിന് ഒരു മാറ്റവും ഇല്ല, 12 വോൾട്ട്. പക്ഷേ അവിടുത്തെ റെസിസ്റ്റൻസിന് മാറ്റമുണ്ട്. ആദ്യത്തെ സർക്യൂട്ടിൽ 48, രണ്ടാമത്തേൽ 24, മൂന്നാമത്തേൽ 12. അപ്പോൾ എയിലാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ പറയും അവിടെ കറണ്ട് കുറവായിരിക്കും. ആലോചിച്ച് നോക്ക്, ഇതാ കുറവല്ലേ, 0.25 ആംപിയറേ ഉള്ളൂ. ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24ആണ്, കുറച്ചുകൂടി കുറഞ്ഞു. അപ്പോൾ കറണ്ട് കൂടി, 0.5 ആയിട്ട് കൂടി. തൊട്ടിപ്പുറത്തെ റെസിസ്റ്റൻസ് വീണ്ടും കുറഞ്ഞ് 12 കറണ്ട് 1 ആംപിയർ ആയിട്ട് കൂടി. സോ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. 3ഇടത്തും എന്ത് സംഭവം, എന്ത് മാറ്റം? നമ്മൾ എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? 3ഇടത്തും റെസിസ്റ്റൻസ് കൂടുന്നു, കറണ്ട് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ 3ഇടത്തെയും ഹീറ്റ് എത്ര എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. സോ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 3ഇടത്തെയും ഹീറ്റ് നമ്മൾ നോക്കിയപ്പോൾ ഒന്നാമത്തേതിൽ 12 വോൾട്ട്, 68, 6.25 ആംപിയർ. ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 900 ജൂൾസ് എന്ന് കിട്ടും, 900 ജൂൾ എന്ന് കിട്ടും. നിങ്ങളിവിടെ ചെയ്ത് നോക്കിയാൽ മതി. 0.25 സ്ക്വയർ. ഇത് വേണമെങ്കിൽ ചെയ്യാനുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ. 2 ഇതെങ്ങനെ ചെയ്യും നമ്മൾ? 0.25 സ്ക്വയർ എടുക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടികളാണെങ്കിൽ, 0.25 സ്ക്വയർ എടുക്കാനായിട്ട് അറിഞ്ഞൂടാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ 25/2 സ്ഥാനമല്ലേ /100 എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ സ്ക്വയർ എടുക്കാൻ ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 25/100 ഇൻറ്റു 48
ഇൻറ്റു 300 ഇങ്ങനെ എഴുതി ചെയ്യുന്നത് ഡെസിമലിൽ തെറ്റ് വരാതിരിക്കാൻ സഹായിക്കും. സോ ഇവിടുത്തെ 2 പൂജ്യവും 2 പൂജ്യവും വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 ഇൻറ്റു 25 ഇൻറ്റു 48 ബൈ 100 എന്ന് കിട്ടും. ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം 25 നിങ്ങൾ ചെയ്യുക. 48 ബൈ 2 100 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടി. ഇപ്പോൾ കാരണം ഈ 0.25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 സ്ക്വയർ എടുത്തിട്ട് പോയിന്റ് അപ്പുറത്ത് കൊടുക്കും ഇപ്പുറത്ത് കൊടുക്കും എന്നൊക്കെ സംശയം വരുമ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 0.25 നിങ്ങൾ 0.25 ആയിക്കോട്ടെ, ഏത് സംഖ്യ ആയിക്കോട്ടെ, എത്ര ഡെസിമൽ ഉണ്ടെന്ന് നോക്കുക. 2 ഡെസിമൽ എങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ഡെസിമൽ ആയിരുന്നെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഡെസിമൽ ഉണ്ടായിരുന്നെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റ് ഇല്ലാത്ത സംഖ്യ മുകളിൽ എഴുതുക. സോ ഇവിടെ 25/100 ഇങ്ങനെ എഴുതി ചെയ്യുന്നത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ പാർട്ടിൽ ഈസി ആക്കും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് തിയറി കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടിൽ 12 വോൾട്ട് വോൾട്ടേജ്, 68 റെസിസ്റ്റൻസ്, 0.25 കറണ്ട്, 900 ഓം കിട്ടി. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ പറയും തൊട്ടടുത്ത കേസിൽ വോൾട്ടേജിന് മാറ്റമില്ല, പക്ഷേ റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ തൊട്ട് മുമ്പത്തെ ചോദ്യം വെച്ച് നിങ്ങൾക്കറിയാം, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ, തടസ്സം കുറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പോകും. സോ കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. സോ കൂടുതൽ ഹീറ്റ് ഉണ്ടായി. 1800 ജൂൾ ഹീറ്റ് ഇവിടെ കിട്ടി. മൂന്നാമതായപ്പോൾ റെസിസ്റ്റൻസ് വീണ്ടും കുറഞ്ഞു, വോൾട്ടേജിന് മാറ്റമില്ല. അപ്പോൾ എന്ത് പറ്റും? കുറച്ചുകൂടി ആൾക്കാർക്ക് പോകാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഹീറ്റ് ഉണ്ടാവും. 3600 ജൂൾ ഹീറ്റ് ഉണ്ടായി. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. സെറ്റല്ലേ? അപ്പോൾ നോക്കിക്കോ, ചോദ്യങ്ങൾ നോക്കി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻ ദ സർക്യൂട്ട് 5.6 A ആൻഡ് B? ഇവിടെയും ഹീറ്റിൻ്റെ വ്യത്യാസം എന്താണ്? എത്രയാണ് വ്യത്യാസം? ഒന്ന് 900, മറ്റൊന്ന് 1800. സോ വ്യത്യാസം എത്ര? 900 ജൂളിൻ്റെ വ്യത്യാസം ഇവിടെ വന്നു. വൈ ഈസ് ദെയർ എ ഡിഫറൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്? എന്തുകൊണ്ടാണ് ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസിൽ വ്യത്യാസം ഉണ്ടായത്? ബിക്കോസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. റെസിസ്റ്റൻസ് കുറഞ്ഞു, അതുകൊണ്ട് കറണ്ട് കൂടി. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. ഇവിടെ എന്ത് പറ്റി? ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് കൂടി, അപ്പോൾ കൂടുതൽ ഹീറ്റ് ഉണ്ടായി. തിരിച്ചും പറയാം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് കുറഞ്ഞു, അതുകൊണ്ട് കൂടുതൽ ഹീറ്റ് ഉണ്ടായി. 2 രീതി പറഞ്ഞാലും ശരി തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എത്ര? അത് 12 ഓം. അവിടെ ഉണ്ടായ ഹീറ്റ് എത്ര? 3600 ജൂള്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ലീസ്റ്റ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റർ. ലീസ്റ്റ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റർ ഓഫ് ഹയർ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ 3 എടുത്താലും ഏറ്റവും കുറവ് ഹീറ്റ് ഉണ്ടായത് ഇവിടെയാണ്. കാരണം ഇവിടെ റെസിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. റെസിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട്? റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ ഹീറ്റ് കുറയും. അതങ്ങ് കാണാതെ പഠിച്ചു വെച്ചോ, സംഭവം റെഡിയാണ്. സോ ഇവിടെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം. വോൾട്ടേജിൽ മാറ്റമില്ല. ശ്രദ്ധിച്ചോളനെ, വോൾട്ടേജ് മാറ്റമില്ലാതിരിക്കണം. വോൾട്ടേജിൽ മാറ്റമില്ല എങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറഞ്ഞാൽ കറണ്ട് കൂടും. ഓക്കെ, എങ്കിൽ ഹീറ്റ് കൂടും. ഈ പറയുന്ന തിയറി ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ H ഈസ് ഈക്വൽ ടു എന്താണ്? I²RT തന്നെയാണ്. അതിൽ H എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ തന്നെയാണ്. പക്ഷേ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് കൂടും. ഈ ലോജിക്ക് ഉപയോഗിക്കരുത്. കാരണം വോൾട്ടേജിൽ മാറ്റമില്ല എന്ന് പറയുന്നുണ്ട്. ചില കുട്ടികളെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് അവർ പറയും ജൂൾസ് ലോ പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ജൂൾസ് ലോ പറഞ്ഞാൽ എന്താണ്? കറണ്ട് കൂടിയാൽ കൂടും, റെസിസ്റ്റൻസ് കൂടിയാൽ കൂടും, ടൈം കൂടിയാൽ കൂടും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേ? റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് കൂടുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിക്കും. അല്ല, ഇത് എന്ത് കണ്ടീഷനിലാണ് പറഞ്ഞേക്കുന്നത്? വോൾട്ടേജിൽ മാറ്റമില്ലെങ്കിൽ മാത്രമേ ഇത് ശരിയായിട്ടുള്ളൂ. വോൾട്ടേജ് മാറ്റമില്ലെങ്കിൽ മാത്രം ആണ് ഈ കണ്ടീഷൻ. അപ്പോൾ ചോദ്യത്തിൽ വോൾട്ടേജിൽ മാറ്റമില്ല എന്നുള്ളത് ഉറപ്പായിട്ടും പറയുന്നുണ്ടാവും. എങ്ങനെ പറയും? സെയിം വോൾട്ടേജ് എന്ന് പറയാം. അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനിലെ വോൾട്ടേജ് നോക്കുമ്പോൾ അത് ഒരേ വാല്യൂ ആയിരിക്കാം. അല്ലെങ്കിൽ സെയിം ബാറ്ററി ഉപയോഗിച്ചു, അല്ലെങ്കിൽ സെയിം സോഴ്സ് ഉപയോഗിച്ചു എന്നും പറയാം. അപ്പോൾ ഇങ്ങനെ എങ്ങനെ പറഞ്ഞാലും ഈ പറയുന്ന സംഭവം ശരിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയറിനാണ് ഹീറ്റ് പ്രൊപ്പോർഷണൽ. അപ്പോൾ കറണ്ട് കൂടിയാൽ ഹീറ്റ് ഉറപ്പായിട്ടും കൂടും, അത് നമുക്കറിയാം. പക്ഷേ റെസിസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ ഹീറ്റും കൂടും. അതാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ ലൈനിൽ പറഞ്ഞേക്കുന്നത്. വോൾട്ടേജിൽ മാറ്റമില്ലെങ്കിൽ എന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, സെറ്റ്. എങ്കിൽ അടുത്ത 1-2 ചോദ്യങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നോക്കി. ഇഫ് ദ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, കണ്ടോ? വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ റെസിസ്റ്റൻസ് വേരീസ്? എന്തുകൊണ്ടാണ്? ഇപ്പോൾ പറഞ്ഞ കാര്യം. അതിൻ്റെ ഉത്തരം ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ PDF തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. അടുത്ത ചോദ്യം.
കാരണം എന്താണ് H is equal to I square RT ആണ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയറിനനുസരിച്ച് മാറും. വോൾട്ടേജ് മാറ്റമില്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും, അപ്പോൾ ഹീറ്റ് കൂടും. സെറ്റ്. അടുത്ത ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട് ഫോർ 15 മിനിറ്റ്സ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ? ഡയറക്റ്റ് ചോദ്യം, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യമാണ്, ഞാൻ ഒന്ന് പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. ഓക്കെ. കറണ്ട് 2 ആംപിയർ, കറണ്ട് 2 ആംപിയർ, സമയം വോൾട്ടേജ് 230 വോൾട്ട്, കറണ്ട് 15 മിനിറ്റ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുള്ള എടുത്തെടുക്കാം. I is equal to 2 ആംപിയർ, V is equal to 230 വോൾട്ട്, T is equal to 15 × 60. അപ്പോൾ എത്രയാണ്? 15 × 60, 15 × 10 ആവുമ്പോൾ 10 × 60 75 വരും അല്ലേ? അല്ല 900 വരും. ഓക്കെ, എത്ര വരും? 900 സെക്കൻഡ്. ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 900 സെക്കൻഡ്. അപ്പോൾ നമുക്ക് വേറെ എന്ത് വേണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷനേ ഉള്ളൂ. എന്താണ് അത്? V/I ആണ്. V/I എന്ന് പറയുമ്പോൾ എത്രയാണ്? 230/2 ആണ്. അപ്പോൾ എത്ര? 115 ഓം എന്ന് കിട്ടും. കിട്ടുമല്ലോ? കിട്ടും. റെസിസ്റ്റൻസ് കിട്ടും. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കണം. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? H is equal to I square RT. കാരണം ഇവിടെ നമുക്ക് R കിട്ടി, I കിട്ടി, T കിട്ടി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് H is equal to VITയും ഇവിടെ ചെയ്ത് നോക്കാം. 2 ചെയ്താലും ഉത്തരം ഇത് തന്നെ കിട്ടും. ചെയ്ത് നോക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ആൻ ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റിംഗ് അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 230 വോൾട്ട് has a heating coil of resistance 100 ohm. If the electric iron operate for half an hour, how much electrical energy will be converted to heat energy? What is the current through the electric iron? Okay. എന്താണ്? സെയിം ചോദ്യം തന്നെ, ഒരു മാറ്റവും ഇല്ല അല്ലേ? ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇലക്ട്രിക് അയൺ ഉണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് അരമണിക്കൂറാണ്. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 30 × 60 1800 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്? അതായത് ഹീറ്റ് എത്ര എന്ന് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. H is equal to V²/R × T ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? ഇവിടെ 95200 എന്ന് കിട്ടും. ഓക്കെ. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്? I is equal to എന്താണ്? V/R അല്ലേ? I is equal to എന്താണ്? V/R. V എത്ര? 230/R എത്ര? 100. സോ എത്ര കിട്ടും? 2.3 ആംപിയർ എന്ന് കിട്ടും. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ 3 ഇക്വേഷൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ഈ ലാസ്റ്റ് പാർട്ടാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ചോദ്യത്തിലോട്ട് വരാം. ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് 92 ഓം ആണ്. അത് 230 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. പല ഇക്വേഷൻസ് ഉപയോഗിച്ചും ഹീറ്റ് കണ്ടുപിടിക്കാൻ. നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ഹീറ്റ് കണ്ടുപിടിച്ചാലും 48300 തന്നെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി സൗകര്യം പോലെ. നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ. അടുത്ത് വാട്ട് റെസിസ്റ്റൻസ് ഈസ് നീഡഡ് ടു ഡബിൾ ദ ഹീറ്റ് എനർജി എന്നതാണ് ചോദ്യം. അതായത് ഇവിടെ നമുക്ക് ഇപ്പം കിട്ടിയ ഹീറ്റ് ഇത്രയും, ഇതിൻ്റെ ഇരട്ടി ഹീറ്റ് കിട്ടണം. അതായത് ഇപ്പോൾ പുതുതായിട്ട് കിട്ടേണ്ട ഹീറ്റ് എത്രയായിരിക്കും? ഈ പറയുന്ന 483000 ഇരട്ടി എന്ന് പറഞ്ഞാൽ × 2. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു വലിയ സംഖ്യ കിട്ടും. 966000 ജൂളാണ് ഇപ്പോൾ കിട്ടേണ്ട ഹീറ്റ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജിന് മാറ്റമൊന്നുമില്ല. എത്ര തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്? വോൾട്ടേജ് എത്രയാണ്? മാറ്റമൊന്നുമില്ല, 230 തന്നെയാണ്. ഓക്കെ. കറണ്ടിന് മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ കറണ്ടിന് മാറ്റം വരും, കാരണം റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. റെസിസ്റ്റൻസിന് മാറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസിന് മാറ്റമുണ്ടോ? റെസിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല. റെസിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? റെസിസ്റ്റൻസ് എത്രയായിരുന്നു ചോദ്യത്തിൽ? 92 അല്ലേ? എത്രയാണ്? 92. ഓക്കെ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. 92. എത്രയാണ്? 92. ടൈമിന് മാറ്റമുണ്ടോ? ഇല്ല. ടൈം എത്രയാണ്? 14 മിനിറ്റ്. അപ്പോൾ 14 × 60 ചെയ്യണം. ഓക്കെ, 14 × 60 ചെയ്യണം. ഓക്കെ, എത്രയാണ് അപ്പോൾ? 14 × 60 സെക്കൻഡ്. ശരി. നമുക്കപ്പോൾ വേണ്ടത് എന്താണ്? അല്ലല്ല, മിസ്റ്റേക്ക് ഉണ്ട്. ചോദിച്ചിട്ടുള്ള എന്താ? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. എന്താ വേണ്ടത്? പുതിയ റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ റെസിസ്റ്റൻസ് നേരത്തെ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? I² RT ആണ്.
പക്ഷേ I²RT ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എന്ത് മാറുന്നു, റെസിസ്റ്റൻസ് മാറിയ കറണ്ട് മാറും. അപ്പോൾ അത് ഇവിടെ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ഉപയോഗിക്കാം, V²/R×T ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ വേണ്ടത് പുതിയ റെസിസ്റ്റൻസ് ആണ്, പുതിയ ഹീറ്റ് നമുക്കറിയാം. അപ്പോൾ ഇവനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V² പുതിയ ഹീറ്റ് ഇൻറ്റു എന്താണ്, ടൈമാണ്. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V എന്ന് വെച്ചാൽ 230ൻ്റെ സ്ക്വയർ. ഓക്കെ, 230ൻ്റെ സ്ക്വയർ ബൈ ഈ പറയുന്ന 96600 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 840, 60 14 × 60 കഴിയുമ്പോൾ 840 സെക്കൻഡ് എന്ന് കിട്ടും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, പുതിയ റെസിസ്റ്റൻസ് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 46 ഓം എന്നാണ് കിട്ടുന്നത്. ചെയ്ത് നോക്കുക. ഒന്നുകൂടി പറയാം, ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിന് എന്താണ് അതിൽ നിന്ന് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തപ്പോൾ കിട്ടിയ ഹീറ്റ് എന്ന് പറയുന്നത് 4800 ജൂളാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഹീറ്റ് നമുക്ക് കിട്ടണം. അതായത് എത്ര ഹീറ്റ് കിട്ടണം, 966000 ജൂൾ ഹീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിച്ച മെറ്റീരിയൽ, നേരത്തെ അത് 92 റെസിസ്റ്റൻസ് ഓം ആയിരുന്നു, എന്നാൽ അത് എത്രയായിട്ട് നമ്മൾ കൂട്ടുമ്പോഴായിരിക്കും ഇത്രയും ഹീറ്റ് കിട്ടാൻ പോകുന്നത്. കാരണം ഈ റെസിസ്റ്റൻസ് ഉപയോഗിച്ചപ്പോൾ ഈ ഹീറ്റ് കിട്ടി, എന്നാൽ ഇത്രയും ഹീറ്റ് കിട്ടണമെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടണം. എത്ര കൂട്ടണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മാറാത്തത്, വോൾട്ടേജിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, 230 വോൾട്ട്. സമയത്തിലും മാറ്റമൊന്നുമില്ല, എത്രയാണ്, 840 അല്ലേ, 840 സെക്കൻഡ്. അപ്പോൾ ഇത് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും, H = V²/R×T ഉപയോഗിക്കും. അവിടെ നമുക്ക് എന്ത് വേണം, R ആണ് വേണ്ടത്, ബാക്കി മൂന്നും അറിയാം. അപ്പോൾ ഇവനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. R = V²/H താഴെ വരും × T. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 46 ഓം എന്ന് കിട്ടും. ഇത്രയും പറയുമ്പോഴത്തേക്കും എന്ത് കഴിയുന്നു, നമ്മുടെ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഭാഗം കഴിയുന്നു. ഇനി വരുന്നത് ഇലക്ട്രിക് പവറാണ്. അത് ഈ ക്ലാസ്സിൽ പറയുന്നില്ല, അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് പവറിനെ പറ്റിയിട്ട് പഠിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.